എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralauniversity.ac.in/FIUGP 2026/ എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ പുതുതായിട്ടുള്ള അപേക്ഷയും ന്യൂ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റിംഗും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രമേ ഓപ്ഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവൂ. കാരണം അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുമെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കോളേജ് മാറുന്നതിനും ഈ ഒരു ഘട്ടത്തിൽ അവസരമുണ്ടായിരിക്കും. അപ്പോൾ അതിനാൽ തന്നെ അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയവർ എന്നിവർക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നിങ്ങൾ മറ്റൊരു കോളേജ് കോഴ്സ് ഓപ്ഷൻ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വേറൊരു കോളേജ് കോഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരുന്നതും ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ നഷ്ടമാകുന്നതുമായിരിക്കും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ളവർ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പാടില്ലതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സ് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും ഇഷ്ടമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടുമോ എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ കോളേജ് കോഴ്സ് മാറണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ കോളേജ് കോഴ്സ് മാറിയിട്ട് മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണ്, അതായത് തേർഡ് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടരാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ പുതിയൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു അപേക്ഷ ആരംഭിക്കുക. അപ്പോൾ വൈകുന്നേരം ഏകദേശം 5 മണിക്ക് ശേഷമായിരിക്കും സാധാരണത്തിൽ അപേക്ഷ ആരംഭിക്കാറുള്ളത്. അതുപോലെ നിലവിൽ +2വിൻ്റെ സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കാത്തതിനാൽ തന്നെ സേ പരീക്ഷയുടെ റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ഏകദേശം കുറേ ദിവസം ടൈമിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വരും. അപ്പോൾ ആ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൽ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾക്ക് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേക്കൻസിക്ക് അനുസരിച്ച് വേണം ഓപ്ഷൻ കൊടുക്കാനായിട്ട്. വേക്കൻസി ലിസ്റ്റ് നാളെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ കോളേജിലും എത്ര വീതം സീറ്റ് വേക്കൻസി ആണുള്ളത് അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പുതുതായിട്ട് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കാൻ വേണ്ടി പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നാളെ മുതലാണ് ആരംഭിക്കുക. അപ്പോൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ അത് നേരത്തെ പുതുതായിട്ട് അപേക്ഷിക്കുന്ന ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് മുഖേന അപേക്ഷിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി നേരത്തെ അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവരും അഡ്മിഷൻ എടുക്കാത്തവരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജിലേക്കോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു കോളേജിലേക്ക് അലോട്ട്മെന്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കൻ്റ് ലോഗിൻ്റെ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എഡിറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് എഡിറ്റർ അപ്ഡേറ്റ് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകാവുന്നതും അപേക്ഷയിലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതും തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് വായിച്ച് തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതും തെറ്റില്ലെങ്കിൽ നേരെ സേവ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ നൽകാവുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ പുതുതായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ തേർഡ് അലോട്ട്മെന്റ് മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേക്കൻസിക്ക് അനുസരിച്ചാണ് ഓപ്ഷൻ കൊടുക്കാനായിട്ട്. സാധാരണത്തിൽ വേക്കൻസി ലിസ്റ്റ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ആ ഒരു ടൈമിങ്ങിൽ തന്നെ വരാറുണ്ടെങ്കിലും ചില സമയത്ത് വേക്കൻസി ലിസ്റ്റ് വരാനായിട്ട് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുടെ ഓപ്ഷൻസ് ചില സമയത്ത് എല്ലാവിധ ഓപ്ഷൻസും പരിഗണിക്കുമെങ്കിലും നിങ്ങൾ ഓപ്ഷൻസിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് കോഴ്സ് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്ന കോളേജ് മാത്രമേ പരിഗണിക്കുള്ളൂ. അതിനാൽ തന്നെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പുതിയ കോളേജ് കോഴ്സുകൾ വേക്കൻസിക്ക് അനുസൃതമായിട്ട് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേക്കൻസി ലിസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഏതൊരു സ്കൂളല്ല ഏത് കോളേജ് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നു. അതുപോലെ വെയിറ്റേജ് ഡീറ്റെയിൽസ് അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതും അവസാനം പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സ് കൊടുത്തു അപേക്ഷയിലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ്, തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള ഒരു ടാബ് നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ എയ്ഡഡ് കോളേജുകളിൻ്റെ മാനേജ്മെന്റിന്റെ ആ ഒരു കാറ്റഗറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട വിഭാഗത്തിലേക്കുള്ള സീറ്റിൽ അലോട്ട്മെന്റ് കിട്ടുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട വിഭാഗത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റിന്റെ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റിലും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ സെൽഫ് ഫിനാൻസ്, ഗവൺമെന്റ്, അതുപോലെ തന്നെ അതായത് ഒരു എയ്ഡഡ് കോളേജ്, അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജ് എന്നിങ്ങനെ പലതരത്തിലുള്ള കോളേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുത്ത് ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ മുതലാണ് അപേക്ഷ ആരംഭിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നിലവിൽ +2 സേ പരീക്ഷയുടെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥികൾ കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.